ഇഷ്ടം പോലെ കയ്യിൽ കാശുണ്ടാവും, പക്ഷേ ചിലവാക്കുന്നതോ വളരെ തുച്ഛം. പിശുക്കന്മാർക്ക് നമ്മൾ കുഞ്ഞിലേ മുതലേ കണ്ട് പല പിശുക്കന്മാരെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പല തരത്തിലുള്ള പിശുക്കന്മാരെക്കുറിച്ച് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് പിശുക്കന്മാരെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. പിശുക്കന്മാരെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മറ്റൊരു തട്ടിൽ നിൽക്കുന്ന ഒരാൾക്കാരുണ്ട്, മിനിമലിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾക്കാരുണ്ട്. ഇവരെ നമ്മൾ പിശുക്കന്മാരായിട്ട് തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അറിവുള്ള പിശുക്കന്മാരാരാണ്, മിനിമലിസ്റ്റ് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച അങ്ങ് നടത്താം. തീർച്ചയായിട്ടും. അതായത് പിശുക്കന്മാരും മിനിമലിസ്റ്റിക്കും തമ്മിലുള്ള, എനിക്ക് വേണം മിനിമലിസ്റ്റിക് എന്ന് പറയുന്ന സാധനമേ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇത്തിരി പോപ്പുലാരിറ്റി വന്ന ഒരു സംഭവമാണല്ലോ. ശരിക്കും അങ്ങനെയുള്ള ആൾക്കാർ പണ്ടും ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോ ഏറ്റവും നല്ലൊരു ഉദാഹരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ചായക്കട നടത്തുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അവര് കുറെ രാജ്യം കറങ്ങിയതും അവരുടെ ജീവിതം സിമ്പിൾ ആയിരുന്നു, പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത കുറച്ച് ആൾക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അതേസമയം ഈ നമ്മൾക്ക് ആവശ്യമുള്ളതും നമ്മുടെ ആഗ്രഹങ്ങളും ഈ രണ്ട് സാധനമാണല്ലോ. ഇപ്പം നമ്മൾക്ക് ആവശ്യമുള്ള ഒരു സംഭവവും നമുക്ക് ആഗ്രഹമുള്ള സംഭവം, ഈ ഡിഫറൻസ് അറിയാവുന്നവരാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് മിനിമലിസ്റ്റിക്. അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് സന്തോഷമായി ജീവിക്കുന്നവരാണ് മിനിമലിസ്റ്റിക്. പക്ഷെ ഈ പിശുക്കന്മാരുടെ കേസ് വരുമ്പോൾ നമ്മുടെ ആവശ്യമുള്ളത് പോലും സത്യം പറഞ്ഞാൽ ചെയ്യാത്ത ആൾക്കാരാണ്. അതിനും കഞ്ഞിത്തരം കാണിക്കുന്നിടത്താണ് അവരെ നമ്മൾ പിശുക്കരെന്ന് വിളിക്കുക. അതല്ലേ ബ്രോയ്ക്ക് എന്താ തോന്നുന്നത്? അതെ, എനിക്ക് തോന്നുന്നത് പിശുക്കന്മാരെന്ന് പറയുമ്പോൾ ബ്രോ പറഞ്ഞ പോലെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് എപ്പോഴും പിന്നെ കാശ് എങ്ങനെ ലാഭിക്കാം എന്നുള്ളതാണ് അവരുടെ പ്രൈമറി എയിം. എന്നാൽ ഒരു മിനിമലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇന്റേണൽ ഹാപ്പിനെസ്സും ലൈഫും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം, ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മിനിമലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്. അത് ചിലപ്പോൾ എക്സ്പീരിയൻസിന് അവന് ഇഷ്ടമുള്ള, അവനൊരു എക്സ്പീരിയൻസിനാണ് ഇഷ്ടം എന്ന് തോന്നുന്നത്, ചിലപ്പോൾ അവൻ കൂടുതൽ കാശ് ചിലവാക്കും. ഇപ്പോൾ എനിക്ക് വീട്ടിലധികം സാധനങ്ങൾ വേണ്ട, എനിക്ക് ആകെ 2 ഉടുപ്പ് മതി, 2 പാൻറ് മതി, ഇത് മതി എന്ന് പറയുന്നിടത്ത് അവൻ അവിടെ ഇത് മറ്റുള്ളവരെ കാണിക്കാനല്ല, ഇന്റേണലി അവൻ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്കിത് മതി എന്ന് പറയുന്നിടത്ത് കുറവാണ്. അത് ഒന്നുമില്ല, യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസും ഉണ്ട്. ഇപ്പൊ എല്ലാ ഇന്നത്തെ കാലത്ത് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയുന്ന അല്ലേ മിനിമലിസ്റ്റിക് ലൈഫുകളെ കുറിച്ചും നല്ല കുറെ സാധനങ്ങളുണ്ട്. പറഞ്ഞു. അപ്പം ഒരു പിശുക്കനെ സംബന്ധിച്ചിടത്തോളം അവൻ തീർച്ചയായിട്ടും അവൻ വാല്യൂ ചെയ്യുന്നത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഇവിടുന്ന് UK നിന്ന് നാട്ടിൽ പോകണമെങ്കിൽ എനിക്ക് പല രീതിയിൽ പോകാൻ പറ്റും. ഇപ്പം എനിക്ക് എമിറേറ്റ്സിൽ പോവാം, എത്തിഹാദിൽ പോവാം, ഖത്തർ എയർവേസിൽ പോവാം. എനിക്ക് ഒറ്റ സ്റ്റോപ്പിൽ എയർ ഇന്ത്യ വഴി നാട്ടിലെത്താം. കൊച്ചിയിലെത്താം, ഡയറക്റ്റ് എയർ ഇന്ത്യ എത്താം. ഇതോടൊപ്പം തന്നെ എനിക്ക് കാശ് ലാഭിക്കണമെങ്കിൽ ഇപ്പം എനിക്കൊരു 3-4 ഡെസ്റ്റിനേഷൻ വഴി പതുക്കെ നാട്ടിലെത്താം. എന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ ചിലപ്പോൾ ഫ്രാൻസിലായിരിക്കും, അല്ലെ ഇവിടുന്ന് നേരത്തെ ചിലപ്പോൾ അയർലൻഡിൽ പോയിട്ട് അവിടുന്ന് അടുത്ത സ്ഥലത്ത് ടർക്കിയിലേക്ക് പോകുന്നു, ടർക്കിയിൽ നിന്ന് നേരെ ദുബായിലോട്ട് എത്തുന്നു, ദുബായിൽ നിന്ന് നേരെ നാട്ടിലെത്തുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 10, 100, 150 പൗണ്ട് നമുക്ക് ലാഭമായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ഫ്ലൈറ്റ് മിസ്സാവാം, റിസ്കുകൾ കൂടുതലാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം, നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ചിലപ്പം എല്ലാത്തിലും പോകാൻ പറ്റത്തില്ല. വെയിറ്റ് ഒന്നും നമുക്ക് ഉദ്ദേശിക്കുന്ന വെയിറ്റ് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ അതാണ് ഏറ്റവും പ്രധാന കാര്യം. അതാണ് ഞാൻ പറയാൻ വന്നത്. ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സമയം. കാരണം നമുക്ക് ചിലപ്പം ഒരു 11-12 മണിക്കൂർ കൊണ്ട് നാട്ടിലെത്താം എന്ന് വരുമ്പോൾ, ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ഫ്ലൈറ്റ് മിസ്സാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലാതെ തന്നെ പോവുകയാണെങ്കിൽ പോലും ചിലപ്പം നമുക്ക് കുറേ വെയിറ്റ് ഉണ്ടാവും, 7 മണിക്കൂർ 8 മണിക്കൂർ. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു സാധാരണക്കാരനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ ടൈമിന് ഒരു വാല്യൂ ഉണ്ട്. ഇത്ര പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്താം, കൺവീനിയൻസ് ഉണ്ട്, വാല്യൂ ഉണ്ട്. നമുക്കതുകൊണ്ട് ഒരു 100-200 പൗണ്ട് മുടക്കി നമുക്ക് പോകാം എന്ന് നമ്മൾ തീരുമാനിക്കും. അതേസമയം എനിക്ക് തോന്നുന്നൊരു പിശുക്കനെ സംബന്ധിച്ചിടത്തോളം അവൻ വേണമെങ്കിൽ ഈ പറയുന്ന ഓപ്ഷൻ, അവന്റെ മെയിൻ പ്രൈമറി എയിം എന്ന് പറയുന്നത് പൈസ എന്നുള്ളത് മാത്രമാണ്. അതെ, ഈ പറയുന്നവർ ഒറ്റയ്ക്ക് പോലും ആയിരിക്കില്ല ഈ യാത്ര ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടികളെയും കുടുംബത്തെയും കൊണ്ടായിരിക്കാം ഈ 8 മണിക്കൂർ 10 മണിക്കൂർ വെയിറ്റിംഗ് റെഡിയാവുന്നത്. അവിടെയാണ് വ്യത്യാസം വരുന്നത്. അതെ, അതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ അവർക്ക് അവരുടെ കൺവീനിയൻസിനേക്കാൾ ഉപരി അവർക്ക് കാശ് എങ്ങനെ ലാഭിക്കാം എന്നുള്ളതാണ് ഇവർ നോക്കുക പൊതുവെ. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്ന ഇവർക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു പിശുക്കന്മാരെന്ന് പറയുന്നത് പൊതുവെ ആങ്സൈറ്റി ഉള്ളവരായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പുറമെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഒരു പിശുക്കിൻ്റെ സൈക്കോ അനലിറ്റിക് തിയറി വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് നമ്മൾക്ക് പല സ്റ്റേജ് ഉണ്ട്. ഇപ്പം സിഗ്മണ്ട് ഫ്രോയിഡാണ് പറഞ്ഞിട്ടുള്ള പല സ്റ്റേജുകളുണ്ട്. ഈഗോ, ഇഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ പല സ്റ്റേജുകളെന്ന് പറയുന്നത്, ഇപ്പോൾ എയ്നൽ സ്റ്റേജ് ഉണ്ട്, ഓറൽ സ്റ്റേജ് ഉണ്ട്, പിന്നെ എനിക്കൊന്ന് സെഫാലിക് സ്റ്റേജോ, അങ്ങനെ കുറച്ച് സ്റ്റേജുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റേജുകളിൽ എയ്നൽ സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുക, പോട്ടി ട്രെയിനിങ്ങും പരിപാടിയൊക്കെ. അപ്പം ഈ പോട്ടി ട്രെയിനിങ്ങും പരിപാടിയും കൊടുക്കുന്നിടത്ത് കുട്ടികൾ അവിടെ റെസിസ്റ്റ് ചെയ്യുകയും ഈ സാധനം പിടിച്ചു വെക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ ആണ് എന്നാണ് പറയുന്നത്. ആ പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ തന്നെ ഈ പറയുന്ന പിടിച്ചുവെപ്പിൻ്റെ
ഒരു 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 ഇതായിട്ടായിരിക്കാം ഇത് ഡെവലപ്പ് ചെയ്തതെന്നുള്ള തിയറി പറയുന്നുണ്ട്. അതെ അതെ, അതായത് ഈ പൈസകൾ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷർ, അതുകൊണ്ട് സന്തോഷിക്കുന്ന കുറെ ആൾക്കാർ. എക്സാക്ട്ലി. മാത്രമല്ല ഇതിനകത്ത് എനിക്കൊരു കഥ അറിയാം. കാരണം ഇതൊരു ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു വെള്ളക്കാരി പറഞ്ഞ സംഭവമാണ്. പുള്ളിക്കാരത്തിയുടെ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ ആണ്ടോ ആരോ മരിച്ചു. അപ്പം വളരെ വൃത്തികെട്ട സ്റ്റേജിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാണ് ഇവർ. ദയനീയമായ അവസ്ഥയിൽ അവസാനം ആരും നോക്കാനും കാണാനും ഇല്ലാതെയാണ് മരിച്ചത്. പക്ഷേ ഒബിയസ്ലി ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്തു. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അത് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവരുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഇവർ നഴ്സിംഗ് ഹോമിൽ വരെ അങ്ങോട്ട് മൂവ് ചെയ്യുകയില്ല. കാരണം വീട്ടിൽ തന്നെ അവർക്ക് പറ്റൂ എന്നുള്ള ഒരു ഇതിലുമാണ്. അങ്ങനെ സംഭവം ഇവർ മരിച്ചു കഴിഞ്ഞു. ഇവർ ബെഡിൻ്റെ ഇടയിലും ഇത് കഴിഞ്ഞ് മരണമൊക്കെ കഴിഞ്ഞ് ഇവർ വീടൊക്കെ ഒന്ന് ക്ലീനാക്കാൻ നോക്കുമ്പോഴാണ് സംഗതി പലയിടത്തായിട്ട് കാശ് ഇരിപ്പുണ്ട്. ഇവരെല്ലാം ഈ കാശെല്ലാം ഹോൾഡ് ചെയ്യായിരുന്നു. അപ്പം നല്ലൊരു ലൈഫ് ജീവിക്കാതെ അവർ മരിച്ചു. ഈ പൈസ കൊണ്ട് അവർക്ക് വേണമെങ്കിൽ ചികിത്സ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഹോമിൽ പോകാമായിരുന്നു. പല നല്ല ഫ്രണ്ട്സിനെ പൈസ കൊണ്ട് കാശ് ഉണ്ടാക്കാൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിലും ബട്ട് അറ്റ്ലീസ്റ്റ് ആ പൈസ കൊണ്ട് കൊടുക്കുന്ന എക്സാക്ട്ലി വാല്യൂ കൊടുക്കുന്നവരുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ആൾക്കാരെ അത്ഭുതപ്പെടാനില്ല. കാരണം ഇതുപോലുള്ള നമ്മുടെ നാട്ടിൻപുറങ്ങളിലായാലും എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പലതും കെട്ടിപ്പിടിച്ച് വെച്ച് തലമുറ സ്വത്തെന്ന് പറഞ്ഞ് എന്നെ വെച്ചിട്ട് അങ്ങ് മരിച്ചു. പിന്നെ ഇത് എവിടെ പോകുന്ന പോലും ആർക്കറിയില്ല. ഇപ്പൊ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഇവരുടെ ഒരു ഡ്രഗ്സ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും. ഈ ഇപ്പൊ ഒരു സഹായം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോൾ ഇവരെ കാണാൻ കഴിയില്ല നമുക്ക്. കാരണം ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാരാബ്ദം, അതായത് ഞാനിപ്പോ വീടെടുത്തതേ ഉള്ളൂ, അല്ലായിരുന്നു ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് സഹായിച്ചേനെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ആ കാറിന്റെ ഫൈനാൻസ് അടച്ചു തീർത്തേ ഉള്ളൂ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവരുടെ പ്രസന്റേഷൻ തന്നെ എനിക്ക് തോന്നുന്നു പൊതുവെയുള്ള പ്രസന്റേഷൻ തന്നെ എൻ്റെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പറയുന്നത്. പക്ഷെ ഇവര് റിയൽ ആയിട്ട് ഈ കാശെല്ലാം ഹോൾഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരിക്കലും ഇവരെ ഈ കാശ് കാണത്തില്ല. രണ്ട്, ഇവര് എനിക്ക് തോന്നുന്നത് ഈ ബന്ധങ്ങൾക്ക് പൊതുവെ അങ്ങനെ ഇവർക്ക് അധികം ബന്ധങ്ങൾ ഉണ്ടാവാറില്ല. ശ്രദ്ധിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുമ്പോഴും സഹായിക്കുമ്പോഴും ഉണ്ടാവും. എല്ലാത്തിലും ബന്ധമുണ്ട്. മാത്രമല്ല പിശുക്കന്മാരെന്ന് പറയുമ്പോൾ കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത് ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഫുഡ് കൊടുക്കുന്നവരെ ഉണ്ടാവും. മനസ്സിലായില്ലേ? പിശുക്കന്മാര് കൊടുക്കുന്നതും മറ്റൊരു കൊടുക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഇത് പറഞ്ഞപ്പോൾ ഒരു കോമഡി കഥ ഓർമ്മ വന്നത്, നമുക്കറിയാന്നുള്ളൊരു പുള്ളിയുടെ അവിടെ ഒരു ഫംഗ്ഷന് കുറച്ച് പേര് പോയപ്പോ ഈ വാഴയ്ക്കപ്പം ഉണ്ടല്ലോ, നമ്മുടെ ഈ എന്താ പറയാ, വേറെ പേരുണ്ടല്ലോ വാഴയ്ക്കപ്പത്തിന്, എന്താ പറയുന്നത്, പഴംപൊരി. അപ്പൊ ഈ പഴംപൊരി നമ്മൾ സാധാരണ ഒരു പഴത്തിന്റെ ഒരു സ്ലൈസ് ഇട്ട് അങ്ങനെയല്ലേ പഴംപൊരി ചെയ്യുന്നത്. ഈ പുള്ളിയുടെ വീട്ടിൽ പോയപ്പം പുള്ളി ഈ പഴംപൊരിയെ നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്യുന്നത് ക്രോസ് ചെയ്തല്ലേ, ഈ പുള്ളി അതിന്റെ ഈ ഓപ്പോസിറ്റ് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പഴംപൊരി. അപ്പൊ ഒരു പഴത്തിൽ തന്നെ 15 പഴംപൊരി ഉണ്ടാക്കാറുണ്ട് സ്പെഷ്യൽ ടാലന്റ്. മനസ്സിലായി. അപ്പൊ എന്ന് പറയുന്നത് അവിടെ വെറൈറ്റി എന്നൊരു വാക്ക് ഉപയോഗിക്കുകയും സംഗതി അതിലൂടെ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്ന പരിപാടികളുണ്ട്. ഇതുപോലെ കോമഡി ആയിട്ട് നമ്മൾ പറയുമെങ്കിലും അവരുടെ സ്വഭാവത്തിന്റെ നേച്ചറാണ്. എക്സാക്ട്ലി. മാത്രമല്ല ഇവരെ സമൂഹം കാണുന്നത് സത്യം പറഞ്ഞ ഒരു അവരെ അടുത്തറിയുന്ന അല്ലെങ്കിൽ ഒരു സമൂഹം കാണുന്നത് വളരെ വേറൊരു സ്റ്റൈലാണ്. അവർ സമൂഹത്തെ കാണുന്നത് അല്ലെ ചെലവാക്കുന്നവരെ കാണുന്നത് ഒരു വല്ലാത്ത ആൾക്കാരായിട്ടാണ് തോന്നുന്നത്. ചെലവാക്കുന്നവരെ കാണുമ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം ഇവര് എന്തിനാണ്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓഹോ അവൻ അങ്ങനെയൊക്കെ ചെയ്തോ, അത് വെറുതെ മണ്ടത്തരമല്ലേ, ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെയാണോ പൈസകൾ അടിച്ചു, അവരുടെ ന്യായം അവർക്ക് എപ്പോഴും ഉണ്ടാവും അല്ലേ? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതെ. അപ്പൊ എന്തുകൊണ്ടാണ് പിശുക്കന്മാരായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുന്നതെന്ന് ബ്രോ ആലോചിച്ചിട്ടുണ്ടോ? അതെ, അത് എനിക്ക് തോന്നുന്ന ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിരിക്കണമല്ലോ. ഇപ്പൊ പൊതുവേ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത് പ്രധാനമായി വരാൻ ചാൻസ് ഉള്ളത് ഫാമിലി പരമായി. ഇപ്പോ ഫാമിലിയിൽ അച്ഛനമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇവരെല്ലാം ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് ജീവിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കും ഇതൊരു ഓക്കെ ഫോർമാറ്റ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതല്ലാതെ എനിക്ക് തോന്നുന്നു പല റീസൺസ് ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു ഇപ്പം ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലഷർ ഓഫ് ഹോൾഡിങ് മണി, അതായത് കാശ് ഇങ്ങനെ വീട്ടിൽ വെച്ച് ഇതിനെ കണ്ട് സന്തോഷിച്ച് ഹോൾഡ് ചെയ്ത് ചാവുമ്പോഴും ബെഡിന്റെ അടിയിലോടെ ഒക്കെ ആയിട്ട് കാശ് കാണും എന്ന് പറയുന്ന പോലുള്ള ഒരു അവസ്ഥ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ പറയുന്ന പോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനറേഷൻ, ഒരു അച്ഛനമ്മ പകർന്നു കൊടുത്ത ഒരു ഹാബിറ്റ് അതാവാം. അതിൽ നിന്ന് തന്നെ എനിക്കറിയാവുന്ന പിശുക്കന്മാരുടെ മക്കൾ ചേഞ്ച് ആയവർ ഒത്തിരി പേരുണ്ട്. ലൈഫ് മാറി ഇതല്ല എന്ന് ചുറ്റും മനസ്സിലാക്കി മാറുന്നവരുണ്ട്. തീർച്ചയായിട്ടും. എങ്കിലും ഇതൊരു ഘടകമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ചൈൽഡ്ഹുഡിലുള്ള നമ്മളുടെ ട്രോമാസ് ഒക്കെ എഫക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ചെറുപ്പകാലത്ത് ചിലപ്പം നമുക്ക് പിന്നെ പലരും പറ്റിക്കപ്പെട്ട് ഇതാവാം. ചിലപ്പം കുഞ്ഞിലെ ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ ഈ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ വരുന്ന നമ്മൾ ഈ പറയുന്ന ഹോൾഡ് ചെയ്യുന്ന ഉള്ള സംഭവങ്ങളൊക്കെ ആവാം. അല്ലെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ കോളേജ് കാലഘട്ടത്തിലാവാം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയ സമയത്താവാം, ഏതെങ്കിലും ഒരു സ്റ്റേജിലൊക്കെ എന്തെങ്കിലും കിട്ടിയ ട്രോമാസ് കൊണ്ടാവാം അല്ലേ. ഈ ജീവിതം ഇങ്ങനെയൊക്കെ നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ വേണ്ട, അത് സൂക്ഷിച്ചേണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് അതിന് മാറിപ്പോണതാവാം അല്ലേ, പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ബ്രോ ഇപ്പം സത്യം പറഞ്ഞ ഒരു മൈസർ അല്ലെ ഒരു പിശുക്കനെ ഫ്രണ്ട് ആക്കൂ?
ഫ്രണ്ട് ആക്കുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമുക്കിടയിൽ തന്നെ. നമുക്ക് പിശുക്കി നിൽക്കുന്നവരെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, നമുക്ക് മനസ്സിലാവും. എന്നെയാണ് നിങ്ങൾ നോക്കുന്നത്. ബ്രോ എന്നല്ലല്ലോ ഇത്. അല്ല, അപ്പൊ അത് അങ്ങനെയുള്ളവര് ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മൾ ഒരാളെ ഫ്രണ്ട് ആകുന്നതിന് മുമ്പ് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഇവരുടെ നേച്ചർ എന്താണ്. ഇപ്പൊ ചില ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരിടത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നു, നമ്മൾ 4 പേരുണ്ടാവും ഫ്രണ്ട്സ്. അതിലൊരാൾ മനഃപൂർവ്വം എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവായി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ ചെറിയ പിശുക്ക് പരിപാടി ഉണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ മറ്റൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇവരുമായിട്ട് ഒരു പരിപാടിക്കും പോകാൻ പറ്റില്ല. കാശ് ചെലവാക്കുന്ന എല്ലാ പരിപാടിയും ഇവർ പതുക്കെ മാറിയിരിക്കും. അതിന് ഒന്നീ കുറച്ച് കാരണങ്ങളെ പറഞ്ഞ് ഉഴപ്പി എക്സാക്ട്ലി. അല്ലെങ്കിൽ എങ്ങനെ കാശ് ലാഭിക്കുന്ന പരിപാടിക്ക് ഇവർ പോകും. എങ്ങനെയാന്ന് വെച്ചാൽ ഗ്രൂപ്പ് പരിപാടി, ഗ്രൂപ്പുകൾ ഓർഗനൈസ് ചെയ്യുന്ന പരിപാടിക്ക് ഇവർ പോകും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാശ് ലാഭിക്കാം. പക്ഷേ ഒരു പിശുക്കൻ എന്നുള്ളത് തെറ്റാണോ? പിശുക്കൻ എന്നുള്ളത് തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോ അത് തെറ്റാണല്ലോ, തെറ്റല്ലേ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പിശുക്കന്മാരുടെ നേച്ചർ തന്നെ നമുക്ക് ആവശ്യമുള്ളത് പോലും ചെയ്യാതെ ജീവിക്കുന്നതിൽ എന്തർത്ഥം എന്നുള്ളതാണല്ലോ ചോദ്യം. അവര് പറയും അപ്പം അടുത്ത ജനറേഷന് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലോ? അടുത്ത ജനറേഷൻ അങ്ങനെ ഒക്കെ ആണെങ്കിൽ പണ്ടൊരു സേയിങ് ഉണ്ടല്ലോ ബ്രോ, മറ്റേ ഈ അപ്പൂപ്പൻ കോടീശ്വരനായിരുന്നതായിട്ട് ചെറുമോൻ കോടീശ്വരനാണ് നിർബന്ധമില്ല. കാരണം ഈ പണം എവിടെ കൂടെങ്കിലും ഒക്കെ അങ്ങ് പോകും. അതെ, മാത്രമല്ല നമ്മൾ തന്നെ പല തലമുറകളും കണ്ടത്. എൻ്റെ ഈ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ ഈ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായത്, കുഞ്ഞിലേ ഞാൻ കണ്ട പണക്കാരൊന്നുമല്ല ഇപ്പോൾ ഉള്ള പണക്കാർ. അവരെല്ലാം മാറി, പണക്കാർ പാവപ്പെട്ടവന്മാരായി. അല്ലേ? വളരെ സത്യമാണ്. നമ്മുടെ ലൈഫ് ടൈമിൽ തന്നെ നമ്മൾ കാണുന്ന കാഴ്ച. തീർച്ചയായിട്ടും. ഇതിൽ ഏറ്റവും രസം പറയാൻ പോകും, നമ്മുടെ UK ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഹോം ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഈ റെന്റിന് പലരും പോയി താമസിക്കുമ്പോൾ നമ്മുടെ പറയും, ഈ ലാൻഡ് ലോഡ് ഇത്രയും പരമ ചെറ്റയാണ്. ഞാൻ പറയാം, എന്ത് പറ്റി? ഹീറ്റർ പോലും ഇടൂലെന്നേ. എന്ന് വെച്ചാല് ഈ പുള്ളിയും ബ്ലാങ്കറ്റും കൂടി നടക്കണം വീടിന്റെ അകത്ത്. അല്ല, ആലോചിച്ചോക്കണം, 3 വീടുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിന് ഇങ്ങനെയുള്ളവരെ പിശുക്കും അല്ലെങ്കിൽ കഞ്ഞി പരിപാടി എന്നല്ല വേറെ എന്താ പറയാൻ പറ്റുമോ? അല്ലേ? നമ്മള് സ്വാഭാവികമായിട്ട് ചിന്തിക്കണം. അല്ല, കാശ് ലാഭിക്കുന്നത് ഈ പറയുന്ന പോലെ, നമ്മൾ പറയുന്ന പോലെ മിനിമലിസ്റ്റ് കാശ് ലാഭിക്കണം നമ്മൾ. കാരണം അത് വളരെ ശരിയാണ്. കാരണം ഓഫർ നോക്കി പോകണം, നമുക്ക് ലാഭിക്കാൻ പറ്റുന്നിടത്ത് കാശ് ലാഭിക്കണം. കാരണം നാളത്തേക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യമാണ്, കാശ് വേണം. മാത്രമല്ല ഇന്നത്തെ ചെലവ് പോകുന്ന രീതിക്ക് നമ്മളെല്ലാം ബഡ്ജറ്റ് ചുരുക്കിയൊക്കെ ജീവിക്കേണ്ട അവസ്ഥ തന്നെയാണ്. അതൊരു തെറ്റുമില്ല. എക്സാക്ട്ലി. പക്ഷെ നമ്മളുടെ ഒരു ഇന്റേണൽ ഹാപ്പിനെസ് ഇല്ലാതെ നമ്മുടെ ചുറ്റിനുള്ളവർക്കും ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കൊടുക്കാൻ പറ്റാതെ വെറുതെ കാശിന് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കുന്നിടത്താണ് എനിക്ക് തോന്നുന്ന പ്രശ്നം. അല്ലേ? ഈ പറഞ്ഞ ഹീറ്റർ സംഭവം ഞാൻ വളരെ വ്യത്യസ്തമായി കണ്ടതെന്ന് പറയുമ്പോൾ, ഒരു നമുക്ക് പരിചയമുള്ള ചില ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ വളരെ ഹീറ്റായിട്ട് നിക്കർ നോക്കിയിട്ടാണ് ഈ കോൾഡിൽ, ഈ വിന്റർ സമയത്തൊക്കെ നിക്കർ നോക്കിയിട്ട് ഇരിക്കും. ഇതേ സമയം നമുക്ക് പരിചയമുള്ള ചില ആൾക്കാരുടെ അവിടെ പോകുമ്പോൾ ചെറിയൊരു ഷീറ്റൊക്കെ പൊടിയിട്ടിട്ടേ നമ്മൾ വരുമ്പോഴത്തേക്ക് മാത്രം ഒന്ന് മാറ്റിക്കിടാ ഒരു ഹീറ്റർ ഒന്ന് ഓണാക്കി. അല്ലേ? അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ബിൽ സേവിങ് ആണെന്ന് പറയും. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് ഹെൽത്തിനും പ്രശ്നം വരും. ഈ തണുപ്പടിച്ചടിച്ച് നമുക്ക്, അപ്പം അവിടെയാണ് ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്കും കൂടെ ഗുണമുള്ള കാര്യമാണോ? ബില്ല് സേവ് ആവും, ശരിയാണ്. അതേസമയം നമ്മുടെ ആരോഗ്യം കൂടെ സേവ് ആക്കണം എന്നുള്ള സാധനം വരുമ്പോഴാണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത്. സത്യം പറഞ്ഞാൽ മിനിമലിസ്റ്റ് ആവാം, പക്ഷെ പിശുക്കനാവരുത്. ബ്രോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്രോയ്ക്ക് ഒരു കൂട്ടുകാരൻ ഇതുപോലെ ഉണ്ടെങ്കിൽ ബ്രോ അഡ്വൈസ് ചെയ്യോ അവർക്ക്, നീ ഇങ്ങനെ പിശുക്കനാവരുത് എന്നുള്ള അഡ്വൈസ് കൊടുക്കുമോ? ഞാൻ ഒരിക്കലും പിശുക്കനാവരുത് എന്നുള്ള ഒരു അഡ്വൈസ് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആള് പിശുക്കനാണ്, കാശൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആള് പിശുക്കനാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ ഈ പറയുന്ന പോലെ നമ്മള് ലൈഫ് ഒന്നേ ഉള്ളൂ, യു ഹാവ് ടു കുറേയൊക്കെ നീ എല്ലാം സ്പെൻഡ് ചെയ്യണ്ട, പക്ഷെ നിനക്ക് ആവശ്യമുള്ള, നിനക്ക് സന്തോഷം തരുന്ന, നിനക്ക് പറ്റുന്ന നാളത്തേക്ക് ഇച്ചിരി മാറ്റി വെച്ചിട്ട് കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്തൊക്കെ ജീവിക്കും എന്ന് ഞാൻ പലതവണ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാറത്തില്ല. ഞാൻ എഴുതി തരാം, ഇവർ മാറത്തില്ല അൺലെസ് അവർക്ക് എന്തെങ്കിലും ഒരു വലിയൊരു ലൈഫ് സ്റ്റേജിലോ എന്തെങ്കിലും സംഭവങ്ങളിലൊക്കെ സിനിമയിലൊക്കെ കാണുന്ന പോലെ വലിയ എന്തെങ്കിലും തിരിച്ചറിവ് മാറ്റമൊക്കെ അത് വരണേ ഭയങ്കര പാടാണ്. അവ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്തിനാണ് അവരെ വെറുപ്പിക്കുന്നത്? അവരുടെ ലൈഫ് അവർക്ക്, നമ്മുടെ ലൈഫ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇവരെ കൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല, നഷ്ടവും ഇല്ല. അതുകൊണ്ട് അവർ പിശുക്കനായിട്ട് നമ്മളിത് കാണിക്കുമ്പോൾ നമ്മളും പിശുക്കനായിട്ട് അവരെടുത്ത് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ പോവുക. അപ്പം എക്സാക്ട്ലി. അപ്പം പിശുക്കന്മാർ, നിങ്ങൾ ആരെങ്കിലും പിശുക്കന്മാരുണ്ടെങ്കിൽ ദയവ് ഇത് കമന്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ പിശുക്കരല്ലാത്തവരാണെങ്കിലും പിശുക്കന്മാരെ അറിയുന്നവരാണെങ്കിലും കമന്റ് ചെയ്യാം. അല്ലേ? മാത്രമല്ല പിശുക്കരായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാക്ട്. എല്ലാ പിശുക്കന്മാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ലെറ്റ്സ് ടൈ ഫോർ എ ബെറ്റർ നോൺ പിശുക്കൻ ലൈഫ്.